ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സമൂസ റെസിപ്പി ആയിട്ടാണ്. പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ സമൂസ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം സമൂസയ്ക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂട്ടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 പീസ് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്തൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ചിക്കനിലെല്ലാം മസാലയൊക്കെ നല്ലപോലെ പിടിക്കും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. മസാല നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 2.5 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഷീറ്റിൻ്റെ 2 സൈഡിലും മൈദ മിക്സ് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഷീറ്റിൻ്റെ ഈ 2 ഭാഗത്തു കൂടെ മൈദ മിക്സ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരരുത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണയും കടക്കാൻ പാടില്ല. ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലിട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 1 വീക്കൊക്കെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ സമൂസയായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഹോം മെയ്ഡ് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും അതൊന്ന് കാണണേ. ഇപ്പോൾ ഇത് സമൂസയുടെ ഒരു സൈഡെല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് സമൂസയുടെ 2 സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ സമൂസ റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഒട്ടും എണ്ണമയം ഒന്നും ഇല്ലാത്തൊരു സമൂസയാണിത്. എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ? എല്ലാവർക്കും എൻ്റെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ചിക്കൻ സമൂസ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.